ഹലോ ഗൈസ്, മോർണിംഗ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച സാധനം ജസ്റ്റ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ഇപ്പോൾ 12:30 അപ്പോൾ ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച സാധനം ഒരു സാലഡ് വാങ്ങിച്ചു. ഒരു ബൗള് സ്പിയേഴ്സ് റോ ബ്രോക്കലി മാംഗോ കാഷ്യൂ സാലഡ് എന്നാണ് ഒരു സാലഡിൻ്റെ പേര്. ഒന്ന് മറ്റേ സ്മോക്ക് ചിക്കൻ. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച വേറൊരു ടൈപ്പ് ചിക്കനാണ്, പക്ഷെ അത് ഭയങ്കര വലിപ്പം. ഇത് ബ്രോക്കലി, ഇത് ഇതെന്തായിരുന്നടി? കോളിഫ്ലവർ. ഇത് മാംഗോ. മാംഗോയുടെ ഒരു ചെറിയ ഇതുണ്ട്, ഒരു ചെറിയ മധുരം. ബട്ട് ബാക്കിയെല്ലാം പച്ചക്ക് അതുപോലെ അരിഞ്ഞിട്ടിട്ടിട്ട് ആ സാലഡ് സോസ് ഒഴിച്ചേ ഉള്ളൂ. പെർഫെക്റ്റ്, ഓസം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പെയ്യെ അങ്ങോട്ട് നീങ്ങുകയാണ്. നമ്മളുടെ ട്രാക്കിൻ്റെ പേരാണ് ഒറങ്കൊറങ്കോ ട്രാക്ക്. ഈ 2 ആഴ്ചത്തേക്ക് ശേഷം നടക്കുക ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി കൂടുതൽ എടുക്കുന്നില്ല, പക്ഷേ ഡീറ്റെയിൽസ് മുഴുവൻ എഴുത്തലുണ്ട്. കൂടുതൽ നടക്കാനായിട്ട് നമ്മൾ പറ്റുന്ന പോലെ ഇപ്രാവശ്യം ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറേയേറെ ട്രാക്കുകൾ ഒറ്റ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണിത്. നമുക്ക് ഒത്തിരി ലൂപ്പ് ട്രാക്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ രാത്രി പോയി സ്റ്റേ ചെയ്യാം, അങ്ങനെയും ഉണ്ട്. നമുക്ക് ഹട്ടുണ്ട്, ഓൺ ദ വേ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്കൊരു ഡേയും മേ ബി 2 days ഒക്കെ ആയിട്ട് വെച്ച് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 6 hours 8 hours ഒക്കെ ആയിട്ട്. ഈ ട്രാക്ക് വഴിയാണ് പോകുന്നത്. ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. നല്ല സൂപ്പർ പ്ലേസ്. ഇത് ടോയ്ലറ്റാണ് അങ്ങ് ദൂരെ കാണുന്നത്, ആ കാണുന്നത്. ആ ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ക്ലീനാണെന്നറിയാമോ? സൂപ്പർ. അത് ഗവൺമെൻറ്റിനെ സമ്മതിക്കണം. നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയൊക്കെയാണിത്. ഇവിടുത്തെ നമ്മളുടെ കൾച്ചർ അനുസരിച്ചുള്ള മൗറി കൾച്ചറിൻ്റെ സ്തൂപങ്ങളും സ്തംഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറെ ആർ വി യു ആർ ഹിയർ. ഇവിടെ നമ്മളിപ്പോൾ ഇവിടാണേ. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി ഒറങ്കൊറങ്കോ ട്രാക്ക് വഴി കയറി അതുവഴി കറങ്ങി തിരിഞ്ഞ് കാറ്റിൽ റിഡ്ജ് ട്രാക്ക് വഴി വിട്ട വന്ന് ഇവിടുന്ന് ബുച്ചർ ട്രാക്ക് വഴി തിരിച്ചു വരണം. ഓ മൈ ഗോഡ്, ഇത് 6 മണിക്കുള്ളിൽ നമ്മൾ വരുമോടി? പെട്ടുവോ? 10 hour റിട്ടേൺ മൗണ്ട് മാത്യൂസ്. ആ
എടി നമുക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലേ? ഇത് ഇവിടുന്ന് നമ്മളിപ്പോൾ ചെറുതിന് ചെറുതെടുത്താൽ മതി എന്നാ. ചെറുതെടുത്ത് ഇങ്ങനെ ഒരു 5 hours-നുള്ളിൽ തീർക്കാൻ പറ്റുന്ന 5 മൈൽ ലൂപ്പ് ട്രാക്ക് ഉണ്ടല്ലോ, നമുക്കത് പോവാം. എന്നാലേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. നമ്മളെ അടുത്ത ദിവസം വന്നിട്ട് നമുക്കിത് കവർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് കവർ ചെയ്ത് വരാം. നമ്മൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഇതൊക്കെ സത്യം. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്നാള് പോയതേ, നമ്മൾ ഇന്നാള് കരോരി റൂട്ട് പോയപ്പോൾ നമ്മൾ 10 kilometer എത്ര hours എടുത്തെന്ന് അറിയോ? അത് 5 hours. നമ്മൾ തുടങ്ങി ഒരു 10 minutes മുകളിലോട്ട് കയറി. ഇതുപോലെ ഒരു ചരൽ വേ ആണ്. അപ്പോൾ ഈ വേ വഴി നമ്മൾ മുന്നോട്ട് കയറി ഗൈസ്. അപ്പോൾ ഇവിടെ കിവി ഉണ്ടെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇവിടെ കാണണം, കാരണം ഇത് വലിയ നീണ്ട ഫോറസ്റ്റ് ആണ്. സോ ഓഫ് കോഴ്സ് കിവി കാണും. നോക്കാം. ഫീമെയിലിൻ്റെ കിവിയുടെ സൗണ്ട് ഉണ്ടാക്കണം, കേൾക്കണമെങ്കിൽ എടുത്ത് ഞെക്കണം. മെയിലിൻ്റെ ആണെങ്കിൽ ബ്ലാക്ക് ബട്ടൺ. The male North Island brown kiwi. രണ്ടുപേർക്കും 2 ടൈപ്പിലുള്ള സൗണ്ടാണ്. അത് ഇപ്പോൾ കേട്ട നമ്മൾ ഈ മറ്റേ കിവീസ് ഇവിടെ സത്യം പറഞ്ഞാൽ അത് എൻഡേഞ്ചറസ് സ്പീഷീസാണ്. അപ്പം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്പീഷീസാണ്. അതുകൊണ്ടാണ് ഇവരുടെ അവരുടെ നാഷണൽ ബേർഡായിട്ട് കിവിയെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. The call of the tui. The korimako, the bellbird. The whitehead. Popocatia. The grey warbler. Riro riro. ബേഡ്സിനെ വെച്ചിട്ട് ഇവർ കാടിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. കറക്കിയാൽ പവർ വരും, നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഇവർ സോളാറോ പരിപാടിയോ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് ഒറങ്കോ ട്രാക്ക് ഇതുവരെയോ? ഓ മൈ ഗോഡ്, പോകാനുള്ള വഴി ഇടയ്ക്കൂടാ. സോ 1 second, ഞാൻ എൻ്റെ ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, നമ്മളിപ്പം ഒറങ്കോ ട്രാക്ക് വഴി പോകുന്നില്ല, നമ്മൾ ലുക്ക് ഔട്ടിലോട്ട് പോകാം. അതിപ്പം ഒരു എഴുതിയേക്കുന്നത് 1 hour 10 minutes എന്നാണ്. അതൊരു നമുക്കിപ്പം നമ്മളൊരു ബിഗിനേഴ്സൊക്കെ എന്ന രീതിയിലായതുകൊണ്ടും നമ്മൾ പെയ്യെ ഒത്തിരി എഫേർട്ട് എടുത്ത് പോകാത്തത് കൊണ്ടും നമ്മളൊത്തിരി സ്പീഡ് കൂട്ടാതെ പെയ്യെ അങ്ങ് പോവാണ്. അങ്ങനെ പോയി നോക്കുക. നല്ല വഴികളാണ്. ഇതുവരെ വന്നതെല്ലാം ഗ്രാവലിട്ട റോഡായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം നമുക്ക് എന്താ പറയുക, കാട്ടിക്കൂടെ വെട്ടി ഒരുക്കിയ വഴികളാണ്. നല്ലൊരു ടെറൈനാണ് ഇത്. നടക്കാൻ രസമുണ്ട്. എല്ലാം കാടിൻ്റെ അകത്തൂടെ ഉള്ള രീതിയാണ്. ചെറിയ വഴികളാണ്. ബട്ട് എല്ലാ ട്രാക്കിലും നമുക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും എല്ലാ രീതിയിലും ഒത്തിരിയേറെ സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിരിക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട്.
സോ ഗൈസ് നമ്മൾ താഴേന്ന് ആ കേൾക്കാമല്ലോ, ഒരു എരമ്പിൽ കേൾക്കാവോ എന്ന് എനിക്കറിയില്ല. ആ പോകുന്ന റിവറിൻ്റെ പേര് തൊങ്കറോറോ റിവർ എന്നെങ്ങാണ്ടാണ് ആ റിവറിൻ്റെ പേര്. ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. ഇതൊരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു വാക്ക് വേ ആണ്. സോ 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലുക്കൗട്ട് കാണാമെന്ന് പറയുന്നു. സോ ഞങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതല്ല, കുറച്ച് വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റീപ്പുള്ള ഒരു പ്ലേസാണിത്. ബട്ട് 1 hour ഓക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. സോ ലെറ്റ്സ് സീ, എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ഉണ്ടാവും ഇൻ ദ എൻഡ്, നോക്കാം. ഓക്കെ ഗൈസ്. ഹലോ, ഇങ്ങോട്ടാ വഴി. ആ ഉവ്വ. എന്താ ദൈവമേ, ഈ കാട്ടുവാസിയുടെ ഒരു കാര്യം. എന്തിനാ? ഓരോ വെള്ളത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ന്യൂസിലൻഡ്. നല്ല ടേസ്റ്റ്. ആ ശരി. എന്തൊക്കെ പുതിയ അറിവുകളാണോ ദൈവമേ, എവിടുന്ന് കിട്ടുന്നോ ഇതൊക്കെയാ? ഈ വെള്ളം ഈ മുള്ളുന്ന പോലെ ഒഴുകുന്ന ഇത്രയും ചെറിയ വെള്ളമാണ് ന്യൂസിലാൻഡിലെ ജനങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പൈസ മേടിക്കാത്തത്. പ്രത്യേകതര അറിവുകളാണ്. പുറമോട്ടൊന്നും പോവല്ല. എടി നീ പുറമെ പോലെന്ന് ഉറപ്പുള്ള മരമായിരിക്കാം, പക്ഷേ സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കൊക്ക പോലെ കിടക്കുക. അപ്പം ഞങ്ങൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാം, കാണാം. ഉമ്മച്ചി അപ്പം വീണേനെ കേട്ടോ. എഡ് ഷീറിൻ്റെ കൺസേർട്ടിന് അങ്ങ് വിട്ടോ.
ആ അരുവിയുടെ കുറച്ചും കൂടെ മുന്നോട്ടെത്തി ഞങ്ങൾ. അതുവഴിയാണ് ഞങ്ങൾ വന്നത്. ഇവിടുന്ന് തന്നെ ആയിരിക്കും ആ വെല്ലിംഗ്ടണിലോട്ട് വെള്ളം എടുക്കുന്നത് അല്ലേ? ആയിരിക്കണം. ആ ಗೊತ್ತಿಲ್ಲ, നിനക്ക് ಗೊತ್ತಿಲ್ಲ. ഓ അയ്യോ, ഇവിടെ എല്ലാം വെള്ളമാണോ? മരമാണല്ലോ. ഓക്കെ, ഇതൊരു ചെറു തോടിൻ്റെ ഭാഗമാണ്. വഴികൾ ഇങ്ങനെ കിടക്കുക. എടി, നീ ഇത് കണ്ടിട്ടുണ്ടോ? ഈ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ്. ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാധനം നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ കായ നമ്മൾ തിന്നും പറിച്ചിട്ട്. ഇവിടെ കായ ഇല്ല കൈ, അങ്ങനെ ഒരു സാധനം. ഇതുണ്ട് പുല്ല് പോലെ. ഇത് വേറെന്തോ സാധനം കേട്ടോ. സോറി, അപ്പോൾ അതല്ല. അതാണോ? അല്ല, അതല്ല. ഇത് ഇങ്ങനത്തെ കേട്ടോ. ഞാൻ അത് അങ്ങോട്ട് കാണിച്ചു. അത് സെയിം സാധനം അതുപോലെ ഇരിക്കുന്നുണ്ടോ? ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. അതിനെന്തോ ഒരു പേര് പറയും. അതിങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ പണ്ടൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നു. ചൊറിയൻ ചെറിയെന്നായിരിക്കും. ഓ, ലുക്ക് ഔട്ട്. 200 മീറ്റർ ഇതുവഴി. 5 kilometer on or raised above the ground from. Do not touch poison bait. No children at all times. Poison bait or sacrifices are deadly to dogs. ഇതെന്തോ ട്രാപ്പ് തന്നെയല്ലേ? പോസമിൻ്റെ ട്രാപ്പ്. ഒരു പൊട്ടാഷ്യം സൈനൈഡ് വെച്ചിരിക്കുന്നത് അല്ലേ? Let's go. നല്ല ലുക്കോട്ട് പ്രതീക്ഷിക്കാം.
ഇവിടുത്തെ വ്യൂ സൂപ്പറാണ്. പക്ഷേ വേറൊരു സംഭവം കാണിക്കാം. നമ്മുടെ ഹൈറ്റിലാണ് ഈ സാധനം താഴുന്നു. രണ്ടെണ്ണം കൂടെ താഴെ കാണാം. സൂം ചെയ്താൽ കാണാൻ പറ്റുമോ? ഇനി കാണാൻ പറ്റില്ല. സോ അതാണ്ട് ഒരാളിവിടെ മടുത്ത് കുത്തിയിരിക്കുകയാണ്. വെള്ളമൊന്നും കുടിച്ചില്ലെന്ന് പറഞ്ഞു പോയിരുന്ന വഴിക്ക്. സോ വെള്ളം കുടിച്ചു. ഇനിയും പതിയെ പതിയെ ഓരോ സാധനങ്ങൾ എടുക്കുകയാണ്. ഇതാണ്ട് ബദാം രാവിലെ വെള്ളത്തിലിട്ട് വെച്ച ബദാം എടുത്ത് കഴിക്കുക. കുറച്ച് കഴിച്ചോ? നീ കഴിക്കണോ? ഞാൻ കഴിച്ചോളാം. എനിക്കൊരു ഓറഞ്ച് വേണം. ഓറഞ്ചും ആപ്പിളും കഴിച്ചോ? ഞാനിത് കഴിച്ചോളാം. പിന്നെ നിനക്ക് എന്നാ തൈരോ? എനിക്കൊരു യോഗട്ട് വേണം. അയ്യോ, നമ്മൾ യോഗട്ടിന്റെ സ്പൂൺ എടുത്തില്ലെന്ന് തോന്നുന്നു. ആ വണ്ടിക്കകത്ത യോഗട്ട് നീ ചെന്നിട്ട് കഴിക്കാം അല്ലേ? വേറെ എങ്ങനെയും കഴിച്ചോ? അല്ല, ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കഴിച്ച് തീർക്കാം. വേറൊന്നുമില്ല. ഉച്ച ബീഫിന്റെ ജെർക്കി ഒന്നും അത് സ്റ്റിക്സ് ആണ്. അത് ഡ്രൈ ചെയ്ത ബീഫിന്റെ സ്റ്റിക്സ്. അത് ഹെവി ആയിട്ട് ഉള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ 2 ഫ്ലേവർ ഉണ്ട്. ഇതിപ്പോൾ സീ സോൾട്ടിൻ്റെ സ്പൈസിയുടെ. ഇത് ഓസ്ട്രേലിയൻ മീറ്റാ, ബീഫാ. ഇവിടുത്തെയാണ് സാധാരണ നമ്മൾ മേടിച്ചോണ്ടിരുന്നത്. ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു. ഇതെനിക്ക് കണ്ടിട്ടും കൊതി തീരുന്നില്ല ഗൈസ്. പ്രത്യേകിച്ചുണ്ടല്ലോ ഇത് ഈ സ്ഥലം ഇതെന്തോ ഒരു ഭംഗിയാ. ആ ഒരു സ്ഥലം സോളാറിന്റെ പാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചാൽ അവിടെ. സോ അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്. ഇതുവരെ ഇങ്ങനൊരു വ്യൂ സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടി, അതായത് നമ്മൾ വ്യൂസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഹില്ല് വഴി കയറി നമ്മൾ വ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പർട്ടിക്കുലർ വില്ലേജ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റി, ആ ടൗൺ സെൻറ്റർ അതാണ്. പിന്നെ ഓഷ്യന്, പിന്നെ അവിടെ തന്നെ വെല്ലിംഗ്ടൺ സിറ്റി, അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഏരിയാസ്, അത് ആ ഒരു സീ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു സീൻ ഇത്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഭംഗിയുള്ള ഒരു ചെറിയ ട്രക്കിംഗ് സൈറ്റ്, പിന്നെ ഈ റിവർ, ഇത്രയൊക്കെ കവർ ചെയ്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ലുക്കൗട്ടാണ്. നമുക്ക് പോവാം. ഇതാ വഴി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വരുമ്പോൾ ഒറോറങ്കോറോങ്ക ട്രാക്ക് വഴി പോകും. അതായത് ഒറോറങ്കോറോ റിവറാണ് ഈ സൈഡ് വഴി ഒഴുകുന്നത്. അപ്പോൾ അതുവഴിയുള്ള ട്രാക്കിൽ കൂടെ പോകും. അപ്പം അത് ശരിക്കും 5-6 മണിക്കൂറുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പം വന്ന വഴി ഇതുവഴിയാണ്. ഇതുവഴി അങ്ങ് പോവാം. ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഈ ട്രാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് ഇടുക. അതുകൊണ്ട് ചെയ്താൽ മതി. ഹായ്, ഹലോ. ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം താഴെ എത്താറായി. 10 മിനിറ്റിനുള്ളിൽ ചെല്ലും. നമ്മൾ പഴയ വിരിച്ച ട്രാക്കിലോട്ട് വന്നു. നമ്മൾ താഴെ ഇറങ്ങി വന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞു. ഇത്
ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവർക്കും ഇതാർക്ക് വേണേലും ചെയ്യാം. പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊരു എക്സസൈസ് ആവും. അവർ കുറച്ചും കൂടെ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പോലെ നമുക്കിത് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ തിരിച്ചു വന്നു. ഇനി ഇത് കണ്ടോ, നിങ്ങളെ ഞാൻ ഡീറ്റെയിൽസ് കാണിക്കാം. നമ്മളിപ്പം ഇവിടെ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാണ് പോയത്? ഇവിടെ ഐ തിങ്ക് സോ ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ കയറി. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ പോയി. നമ്മളിവിടെ പോയിട്ട് ഇതുവഴി തന്നെ തിരിച്ചും വന്നു കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു കുറച്ചൊരു 3 hour 4 hour വാക്കിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇത് ഇച്ചിരി ഹാർഡാണ്. ഹാർഡും ഇൻ്റർമീഡിയറ്റിൻ്റെ ഇടയ്ക്കാണ്. ബട്ട് ഗുഡ്, പെർഫെക്റ്റ്. പിന്നുള്ളത് ട്രാക്കുകൾ ഇതുവഴി ഇഷ്ടം പോലുണ്ട്. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നത്. ഇങ്ങോട്ട് മേളോട്ട് കിടപ്പുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ 6 hours 7 hours ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. സോ നിങ്ങളിതൊന്ന് റീഡ് ചെയ്യുക. പിന്നെ ഇത് വിൻ്റർ അവേഴ്സിൽ 6 മണിക്ക് ക്ലോസ് ചെയ്യും ഇവിടെ. ഓക്കെ ഗൈസ്, സീ യു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഓൾറെഡി കാർ പാർക്കിംഗ് എത്തി. വണ്ടിയിലോട്ട് പോവുക. പിന്നെ ഇതിൻ്റെ ട്രാക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിപ്പോൾ പറയാം. ക്യാച്ച്പൂൾ വാലി കാർ പാർക്ക് എന്നാണ് ഈ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്. അതായത് ഈ സ്പോട്ടിൽ നമ്മൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ക്യാച്ച്പൂൾ വാലി കാർ പാർക്ക് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് നേരെ ഇവിടെ വരാം. ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് കുറച്ച് മഞ്ഞ് സ്പോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിയേർഡായിട്ടുള്ള ഒരു സ്പേസിലാണ്. കാരണം അവിടെ ഒന്നും ഒരു മഞ്ഞ് വരാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ മഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതും വൈകുന്നേരമായി. അപ്പം ഇവിടെ നിന്നും സൺലൈറ്റ് അടിക്കാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ മഞ്ഞിങ്ങനെ കിടക്കുന്നത്. കുറച്ച് മാത്രമേ ഉള്ളൂ, കുറച്ച് സ്പേസിൽ മാത്രം. ഞങ്ങൾ താമസിക്കുന്നത് പൊരുരുവയിലാണ്. അവിടുന്ന് വൈനമേറ്റ വഴി അല്ലെങ്കിൽ പെറ്റോണി വഴി കയറി വൈനമേറ്റ വന്ന് വൈനമേറ്റ കോസ്റ്റിലോട്ട് വരണം. അപ്പം നമ്മൾ ക്യാച്ച്പൂൾ വാലി കാർ പാർക്കിൽ നിന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം വരും. അറൗണ്ട് 40-45 മിനിറ്റ്സ് യാത്രയുണ്ട് പൊരുരുവെന്ന്. എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം താമസിയാതെ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് അപ്പോൾ മീറ്റ് ചെയ്യാം.